തന്റെ കലാസൃഷ്ടികൾക്കായി മാത്രം ഒരു മ്യൂസിയം. ഇന്ത്യൻ പിക്കാസോ എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത ചിത്രകാരൻ മഖ്ബൂൽ ഫിദ ഹുസൈന്റെ വലിയൊരു സ്വപ്നമായിരുന്നു അത്. മരിക്കുന്നതിന് 3 വർഷം മുമ്പാണ് അദ്ദേഹം ഇങ്ങനൊരു ആഗ്രഹം പങ്കുവച്ചത്. കലാവിഷ്കാരങ്ങളുടെ പേരിൽ നിരന്തരം ഭീഷണിയും കേസും നേരിട്ട് രാജ്യം വിടേണ്ടി വന്ന കലാകാരനായിരുന്നു മഖ്ബൂൽ ഫിദ ഹുസൈൻ. ഇപ്പോൾ ഇതാ 15 വർഷങ്ങൾക്കുപ്പുറം തന്റെ കലാസൃഷ്ടികൾക്കായി മാത്രം ഒരു മ്യൂസിയം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കാൻ പോകുകയാണ്. MF ഹുസൈന്റെ ചിത്രങ്ങളും സിനിമയുമെല്ലാം ഉൾക്കൊള്ളുന്ന മ്യൂസിയം ലൗഹ് വ കലം എന്ന പേരിലാണ് ഖത്തർ പണിതുയർത്തിയിരിക്കുന്നത്. ക്യാൻവാസും പേനയും എന്നാണ് ലൗഹ് വ കലം എന്ന പേരിനർത്ഥം. മറ്റൊരു രസകരമായ കാര്യം അദ്ദേഹം വരച്ച ചിത്രത്തിന്റെ രൂപമാണ് ആ മ്യൂസിയത്തിന് എന്നതാണ്. ദോഹ എഡ്യൂക്കേഷൻ സിറ്റിയിലെ ഈ മ്യൂസിയം നവംബർ 28-നാണ് തുറക്കുക. 2011-ൽ 95-ാം വയസ്സിൽ ലണ്ടനിൽ വെച്ചായിരുന്നു MF ഹുസൈൻ വിട പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് സ്വപ്നം കണ്ട കെട്ടിടത്തെക്കുറിച്ചുള്ള ഒരു വാസ്തുവിദ്യ പോലും ആ മഹാനായ കലാകാരൻ പറഞ്ഞിരുന്നു. അമൂർത്ത രൂപങ്ങൾ ഉൾക്കൊള്ളുന്ന കടും നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഉയരമുള്ളതും വെളുത്തതുമായ ഒരു മിനാരം പോലുള്ള സിലിണ്ടർ ഗോപുരത്തോടൊപ്പം തന്റെ ഒപ്പുമെല്ലാം ഉൾപ്പെട്ടതായിരുന്നു അത്. ഹുസൈന്റെ ഭാവനകളെ കൂടി ഉൾക്കൊള്ളുന്ന 3000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ലൗഹ് വ കലം എന്ന മ്യൂസിയം 1950 മുതൽ 2011-ൽ മരണം വരെയുള്ള ഹുസൈന്റെ കലാസൃഷ്ടികളുടെ ഒരു യാത്രയാണ്. പെയിന്റിങ്ങുകൾക്ക് പുറമെ സിനിമകൾ, ടേപ്സ്ട്രി, ഫോട്ടോഗ്രഫി, കവിത, ഇൻസ്റ്റലേഷനുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുമെന്ന് ഖത്തർ ഫൗണ്ടേഷന്റെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആൻഡ് പ്രോഗ്രാമിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഖുലൂദ് അൽ അലി പറഞ്ഞു. ഇപ്പോഴത്തെ ഖത്തർ അമീറിന്റെ മാതാവും ഖത്തർ ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ ഷെയ്ഖ മൗസ ബിൻ നാസർ കമ്മീഷൻ ചെയ്ത അറബ് നാഗരികതയുടെ സീരീസിൽ ഉൾപ്പെട്ട ഹുസൈന്റെ അവസാന കാലത്തെ 35 മാസ്റ്റർ പീസ് വർക്കുകൾ അടങ്ങിയ സിറൂഫി അൽ അർദ് പ്രത്യേക വിഭാഗമായി മ്യൂസിയത്തിലുണ്ട്. വരകളിലൂടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് നിരവധി വധഭീഷണികളും വർഷങ്ങളോളം കേസുകളും നേരിട്ടതിനെ തുടർന്നാണ് 2006-ൽ ഹുസൈന് ഇന്ത്യ വിട്ടത്. തുടർന്ന് ഷെയ്ഖ മൗസയുടെ ക്ഷണപ്രകാരം ഖത്തർ പൗരത്വം സ്വീകരിച്ച അദ്ദേഹം ദോഹ, ദുബായ്, ലണ്ടൻ എന്നീ നഗരങ്ങളിലായി ചെലവഴിച്ച് അറബ് നാഗരികതയെക്കുറിച്ചുള്ള സീരീസിന്റെ ജോലിക്കിടെയായിരുന്നു ലണ്ടനിൽ മരിച്ചത്.